വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഏകദേശം മിഡ് വീക്കിൽ എത്തിയിരിക്കുന്നു. വെനസ്ഡേ. കർത്താവ് ആദ്യവും അന്തവും അപ്പോൾ തന്നെ അതിൻ്റെ ഇടയിലുള്ള എല്ലാം കർത്താവിലാണ്. ആമേൻ. ഫ്രം ഹിം ആൻഡ് ടു ഹിം ആൻഡ് ഫോർ ഹിം എന്ന വചനത്തിൽ പറയുന്ന പോലെ എല്ലാം കർത്താവിനാണ്. സോ ഇന്നത്തെ ദിവസം കർത്താവിന് നമുക്ക് നൽകാം. കാര്യങ്ങൾ ഉയർത്തി വന്ന കർത്താവിന് നൽകാമോ? ഇന്നത്തെ ദിവസത്തിൽ നടക്കാൻ പോകുന്ന സകല കാര്യങ്ങളും, ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്ന സകല വ്യക്തികളെയും എല്ലാം ഒന്ന് ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം, ഇന്ന് രാവിലെ തന്നെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ കാണുന്ന എല്ലാ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ലെറ്റ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ദി ലോർഡ് ബി അപ്പോൺ ദം. ആമേൻ. നമുക്ക് ഇന്നൊരു കീ സ്പോൺസറാണുള്ളത്. ബാലരാമപുരത്തിൽ നിന്ന് ഷീബ രാജു സിസ്റ്ററാണ്. താങ്ക് യു സിസ്റ്റർ. മകൾക്ക് നോർമൽ ഡെലിവറി ആയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. വാവ്, വാട്ട് എ ബ്ലെസ്സിങ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് ഈ മകൾക്ക് നൽകിയ ആ ദാനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ കുടുംബത്തിലേക്ക് വന്ന പുതിയ ആ കുഞ്ഞിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളെ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ് ഫോർ കീപ്പിംഗ് ദ മദർ ആൻഡ് ദ ബേബി. രണ്ടുപേരെയും കർത്താവെ അങ്ങയുടെ സംരക്ഷണത്താൽ പ്രൊട്ടക്റ്റ് ചെയ്തതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അപ്പോൾ തന്നെ ഞങ്ങൾ ചില വിഷയങ്ങൾ കൂടി പ്രാർത്ഥിക്കുന്നു. ഷീബാസിൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിലേക്ക് തിരികെ വിളിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സംസാരിച്ച് ഒരു അത്ഭുതം അതിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ 2 മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ആരോഗ്യവും കൃപയും കർത്താവ് 2 മക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ലൈഫിൽ അങ്ങ് വലിയ കാര്യങ്ങൾ ചെയ്യണമേ. അങ്ങയുടെ ബ്ലെസ്സിങ്സ് കാണട്ടെ. അങ്ങയുടെ ഫേവർ അവരുടെ ഫ്യൂച്ചറിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഇന്ന് നമ്മുടെ റെവലേഷൻ്റെ സ്റ്റഡി സീരീസ് എത്ര മണിക്കാണ്? 7 മണിക്ക്. കൊച്ചിയിലുള്ള വ്യക്തികൾ നേരിട്ട് കടന്നു വരിക. ദൂരെയുള്ള വ്യക്തികൾക്ക് ലൈവിൽ കാണാൻ സാധിക്കും. ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ, ഇന്നും കൂടി കൂട്ടി. സോ വി ആർ എക്സൈറ്റഡ്. അപ്പോൾ തന്നെ ഡിസംബർ 31 നമ്മുടെ ക്രോസ് ഓവർ സർവീസ് നടക്കുകയാണ്. അതിലേക്കും എല്ലാവരെയും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു. മേ ഗോഡ് ബ്ലെസ് യു. Welcome back. This can be your story. ഇത് നിങ്ങളുടെ കഥയാകാം, അല്ലെങ്കിൽ ഈ കഥയിലെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തമാകാം. ഇതുവരെ ആയിട്ടില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ആവാം. യോസഫിൻ്റെ കഥയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചില ആഴ്ചകളായി ജോസഫ് ബൈബിൾ താളുകളിൽ അല്പം ഔട്ട്സ്റ്റാൻഡിംഗ് ആയി, റിമാർക്കബിളായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. മറ്റുള്ളവരെക്കാൾ മുന്തി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ബൈബിൾ മൊത്തം എടുത്ത് നോക്കിയാൽ പരിശുദ്ധാത്മാവ് കുറവുകൾ, ക്യാരക്ടർ ഫ്ലോസ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വളരെ ചുരുക്കം ചിലരേ ഉള്ളൂ. ഒന്ന് യോസഫാണ്, മറ്റൊന്ന് സാമുവേലാണ്, മറ്റൊന്ന് ഡാനിയലാണ്. ഇവരുടെ തെറ്റുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എൻ്റെ അർത്ഥം അവർ പാപമില്ലാത്തവരായിരുന്നു എന്ന അർത്ഥത്തിലല്ല. ഇറ്റ് വാസ് സോ നെഗ്ലിജിബിൾ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിഘാതം നിൽക്കുന്ന രീതിയിലുള്ള ക്യാരക്ടർ ഫ്ലോസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2-3 പേരേ ഉള്ളൂ. അതിൽ ആദ്യത്തേതാണ് ജോസഫ്. ജോസഫിൻ്റെ മൊത്തം ഞാൻ ഇന്നലെ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ ക്യാരക്ടർ ക്വാളിറ്റീസ് പലത് ഉണ്ടല്ലോ. പ്രതികാരം ചെയ്യാത്തത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ക്വാളിറ്റിയാണ്. ക്ഷമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ക്വാളിറ്റിയാണ്. ദൈവത്തിന് എല്ലാ മഹത്വം കൊടുക്കുന്ന രീതി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ക്വാളിറ്റിയാണ്. എല്ലാവരും പാപം ചെയ്യുമ്പോൾ ഒപ്പം നിന്ന് പാപം ചെയ്യാതെ മറ്റുള്ളവർ കളിയാക്കിയാലും പരിഹസിച്ചാലും കുഴപ്പമില്ല, കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല, പീഡിപ്പിച്ചാലും കുഴപ്പമില്ല, റാഗ് ചെയ്താലും കുഴപ്പമില്ല, വിശുദ്ധിക്ക് വേണ്ടി നിന്ന ഒരു സ്വഭാവം. ഇതുപോലെ എണ്ണി 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 നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം യൂട്യൂബിലൊക്കെ കാണുന്നവർ കമൻറ്റ് സെക്ഷനിൽ, ലൈവ് ചാറ്റിൽ ഇടരുത്, കമൻറ്റ് സെക്ഷനിൽ ദയവായി ടൈപ്പ് ചെയ്തിടുക. എപ്പോഴും ആരൊക്കെ ഈ വീഡിയോ കണ്ടാലും അത് കാണാൻ കഴിയും. സോ ജോസഫിൻ്റെ ആ ക്യാരക്ടർ ക്വാളിറ്റീസിലേക്ക് വളരുവാൻ കർത്താവ് നമ്മയും സഹായിക്കട്ടെ. നമ്മൾ കഥ ഇപ്പോൾ എത്തി നിൽക്കുന്നത് യോസഫിൻ്റെ 3-ാം പകുതിയിൽ,
യോസഫിൻ്റെ ലൈഫിൻ്റെ 3-ാം ഘട്ടത്തിൽ എന്ന് വെച്ചാൽ ആദ്യത്തേത് ബിലവഡ് സൺ, രണ്ടാമത്തേത് റിജക്റ്റഡ് സ്ലേവ്, 3-ാമത്തെ ഘട്ടം അഥവാ എക്സോൾട്ടഡ് റൂളർ. ആ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി ആയുസ് മുഴുവൻ കൊടുത്തിട്ടുള്ള വ്യക്തികളെ ഒരു ദിവസം കർത്താവ് ഉയർത്തും. ശുശ്രൂഷയിൽ ഉയർത്തും, ഭൗതികമായി ഉയർത്തും, എല്ലാ മേഖലകളിലും ഉയർത്തും. 1 പത്രോസ് 3:9 പറയുന്നതിനനുസരിച്ച് അനുഗ്രഹം അനുഭവിക്കുവാൻ, അനുഗ്രഹം അവകാശമാക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിളിയിൽ തന്നെ അനുഗ്രഹം അനുഭവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പലരും അനുഭവിക്കുന്നില്ല, അവകാശമാക്കുന്നില്ല. പക്ഷേ ദൈവം വിളിച്ച വിളിയിൽ നാം വിശ്വസ്തയോടെ നിന്നാൽ, ഇന്നലെ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു നമുക്കുണ്ടാകേണ്ടത്: ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വാസവും വിശ്വസ്തതയും നമുക്ക് വേണം. വിശ്വാസവും വിശ്വസ്തതയും ഉള്ളവർക്ക് മാത്രം മുകളിലേക്ക് പടികൾ ചവിട്ടിക്കയറാൻ കഴിയൂ. അത്യല്പത്തിലെ വിശ്വസ്ത കാണിക്കണം. മറ്റുള്ളവരുടെ മുമ്പിലുള്ള ദൃഷ്ടി സേവയല്ല. ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു, ദൈവം നമ്മുടെ സ്വകാര്യ ജീവിതത്തെ കാണുന്നു. അതിൽ വിശ്വസ്തത കാണിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ദൈവം ഉയർത്തുന്ന, അവനെ സെറ്റിൽ ചെയ്യുന്ന സമയങ്ങളാണ്. അവനെ മാത്രമല്ല, അവൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ച, അസൂയ കൊണ്ട്, ദേഷ്യം കൊണ്ടും തൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച തൻ്റെ സഹോദരങ്ങളെയും പിന്നെ തൻ്റെ പിതാവിനെയും എല്ലാം മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന് അവിടുത്തെ ഏറ്റവും നല്ല ഗോഷൻ എന്ന് പറയുന്ന രമേസിസ് എന്ന ഡിസ്ട്രിക്റ്റിൽ ഗോഷനിൽ കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കുകയാണ്. അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത് ദൈവപുരുഷനായ യാക്കോബ് അഥവാ ഇസ്രായേൽ, ദൈവവുമായി എൻകൗണ്ടർ പല പ്രാവശ്യം ഉണ്ടായ യാക്കോബ് ഫറവോനെ അനുഗ്രഹിക്കും. ഒരു രാജ്യത്തിൻ്റെ സാമ്രാട്ടിനെ അനുഗ്രഹിക്കുവാൻ ഉള്ള സ്പിരിച്വൽ അതോറിറ്റി യാക്കോബിനുണ്ടായിരുന്നു. സോ ആ സമയത്ത് അദ്ദേഹത്തിന് 130 വയസ്സാണ്. അങ്ങനെ അവരെ സെറ്റിൽ ചെയ്യിച്ചു. മാത്രമല്ല, തൻ്റെ ദുഷ്ടന്മാരായിരുന്ന തൻ്റെ സഹോദരങ്ങളെ മുഴുവൻ ആ ദേശത്ത് കൊണ്ടുവന്ന്, നമ്മൾ അവസാനം കണ്ടതനുസരിച്ച് യോസഫ് തൻ്റെ അപ്പനെയും 47-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ യോസഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പൻ്റെ കുടുംബത്തെ ഒക്കെയും കുഞ്ഞുകുട്ടികളുടെ എണ്ണത്തിനൊത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു. അപ്പോൾ അവിടെ ഡെയിലി സപ്ലൈ ആണ്. എല്ലാവർക്കും ആഹാരം അതത് സമയങ്ങളിൽ, ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ, ലഞ്ച് ആകട്ടെ, സ്നാക്സ് ആകട്ടെ, ദെൻ ഡിന്നർ ആകട്ടെ, അതത് സമയത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ആ യോസഫിൻ്റെ ഹൃദയത്തിൻ്റെ ബിഗ്നെസ് ഒന്ന് ചിന്തിക്കാമോ? വേണമെങ്കിൽ യോസഫിന് തന്നെ ദ്രോഹിച്ച ഈ ദുഷ്ടന്മാരായ സഹോദരങ്ങളെ മുഴുവൻ പിടിച്ച് കാരാഗൃഹത്തിൽ ആയുഷ്കാലം മുഴുവൻ കാരാഗൃഹത്തിൽ അടക്കമായിരുന്നു. പകരം അവരെ ഇപ്പോൾ ഫീഡ് ചെയ്യുകയാണ്, ദിവസവും ഫീഡ് ചെയ്യുകയാണ്. സ്വപ്നം കണ്ടു എന്ന കുറ്റത്തിന്, അവരുടെ തെറ്റുകൾ അപ്പനോട് പറഞ്ഞു കൊടുത്തു എന്ന തെറ്റിന്, തന്നെ ഇത്രത്തോളം ജീവിതം കൈപ്പാക്കി മാറ്റിയവരെ അവനിപ്പോൾ അവരുടെ ജീവിതത്തെ മധുരമാക്കി മാറ്റുകയാണ്. അതാണ് യോസഫിൻ്റെ ക്യാരക്ടർ ക്വാളിറ്റി. ഇതൊക്കെയാണ് നമ്മൾ അവനിൽ നിന്നും പഠിക്കേണ്ടത്. ഇനി 13-ാമത്തെ വചനം മുതൽ നോക്കാം. എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നത് കൊണ്ട്, നമ്മൾ നേരത്തെ കണ്ടത് 2 വർഷമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി 5 വർഷമുണ്ട്. ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി. മിസ്രയീം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു. അത്രയ്ക്ക് വലിയ പ്രശ്നത്തിലാണ്. ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസഫ് മിസ്രയീം ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു. പണം യോസഫ് ഫറവോൻ്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തനിക്ക് അധികാരമുണ്ട്, ബട്ട് ഹീസ് നെവർ അബ്യൂസിങ് ഹിസ് അതോറിറ്റി ആൻഡ് പവർ. താൻ വർക്ക് ചെയ്യുന്നത് മുഴുവൻ, യോസഫ് വർക്ക് ചെയ്യുന്നത് മുഴുവൻ ആർക്ക് വേണ്ടിയാണ്? ഫറവോന് വേണ്ടിയാണ്. ഫറവോനാണ് തന്നെ ആക്കി വെച്ചത്. തൻ്റെ സ്വന്തമായ രീതിയിൽ ഒരു കാര്യം ബിൽഡ് ചെയ്യാൻ വേണ്ടി താൻ ഒന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ധാന്യം വിട്ട് കിട്ടുന്ന പണമെല്ലാം തൻ്റെ വീട്ടിൽ കൊണ്ടുപോകല്ല ചെയ്യുന്നത്. താൻ
യോസഫ് ഫറവോൻ്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു. മിസ്രൈം ദേശത്തും കനാൻ ദേശത്തും പണമില്ലാതെ വന്നപ്പോൾ മിസ്രൈമരൊക്കെയും യോസഫിൻ്റെ അടുക്കൽ ചെന്ന്, ഞങ്ങൾക്ക് ആഹാരം തരണം, ഞങ്ങൾ നിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുന്നതിന് പണം തീർന്നുപോയി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതിങ്ങനെ മേടിച്ച് അവർക്ക് ഈ പണ്ട് കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദേശത്ത് വരൾച്ചയും ക്ഷാമവും കൊണ്ട് അവർക്ക് കൃഷി ഇറക്കാൻ കഴിയുന്നില്ല, വരുമാനങ്ങളില്ല, ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ ആകെയുള്ള ആശ്വാസം. കാശ് തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഇതെല്ലാം തീർന്നുപോയി. അതിന് യോസഫ്, നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ, പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആടുമാടുകളെ കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസഫിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കുതിര, ആട്, കന്നുകാലി, കഴുത എന്നിവയെ യോസഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു. അപ്പോൾ പണമില്ലെങ്കിൽ അടുത്തത് മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് ആഹാരം കൊടുക്കുകയാണ്. ആ ആണ്ടിൽ അവരുടെ കന്നുകാലികളെല്ലാം വാങ്ങി ആഹാരം കൊടുത്തു. അവരെ രക്ഷിച്ചു, എല്ലാവരെയും രക്ഷിക്കുന്നുണ്ട്. ആ ആണ്ട് കഴിഞ്ഞതും പിറ്റേ ആണ്ടിൽ അവർ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഞങ്ങളുടെ പണം ചെലവായി, മൃഗക്കൂട്ടങ്ങൾ യജമാനന് ചേർന്നു, ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളും അല്ലാതെ യജമാനൻ്റെ മുമ്പാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ള യജമാനനെ ഞങ്ങൾ മറക്കുന്നില്ല. അപ്പോൾ അടുത്തത് അവർ പറയുന്നത്, കാശ് തീർന്നു, മൃഗങ്ങളും തീർന്നു, ഇനി ഉള്ള നിലങ്ങളുണ്ട്, ഞങ്ങളുണ്ട്, എന്ത് ചെയ്യണം? ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിന് മുമ്പിൽ എന്തിന് നശിക്കുന്നു? നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം. ഞങ്ങൾ നിലവുമായ ഫറവോന് അടിമകളാകട്ടെ. ഞങ്ങൾ മരിക്കാതെ ജീവനോടെ ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരണം. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങളെ എടുത്തോ, ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണ്, ഞങ്ങൾക്ക് ജീവിച്ചിരുന്നാൽ മതി, സ്ഥലവും തന്നേക്കാം, വിത്ത് താ. അങ്ങനെ യോസഫ് മിസ്രൈമിലെ നിലമൊക്കെയും ഫറവോന്, എനിക്ക് വേണ്ടിയല്ല, തൻ്റെ പേരിലല്ല എഴുതിയത്, ഫറവോന് വിലയ്ക്ക് വാങ്ങി, ഗവൺമെൻറ്റിലേക്ക് എല്ലാം എടുത്തു. ക്ഷാമം പ്രബലപ്പെടുക കൊണ്ട് മിസ്രൈമർ തങ്ങളുടെ നിലം വിറ്റു. നിലമെല്ലാം ഫറവോനായി. എന്ന് വെച്ചാൽ രാജ്യത്തെ ഭൂമി മുഴുവൻ, ലാൻഡ് പ്രോപ്പർട്ടി മുഴുവൻ ഫറവോൻ്റെ ആയിട്ട് മാറി. അപ്പം ഞാൻ ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ വലിയ ബിഗ് മണി ഉണ്ടാക്കപ്പെടുന്നത് ക്ഷാമകാലത്താണെന്നറിയാമോ? ക്ഷാമകാലത്ത് എല്ലാവരുടെയും കാശ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിയുള്ളവർ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കും. ഈ കൊറോണ നടന്ന സമയത്തൊക്കെ ആ ഒരു പീരീഡിൽ ഒത്തിരി പേര് കോടീശ്വരന്മാരായി, ഒത്തിരി പേര് പട്ടിണി കിടന്നു, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരായിപ്പോയി. അവരുടെ ബിസിനസ് പൊട്ടി, പലതും പൊട്ടി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബുദ്ധി ഉപയോഗിക്കാതിരുന്നത് കൊണ്ട്. ജ്ഞാനമുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബിഗ് മണി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള റിസഷൻ്റെ സമയത്താണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും വാങ്ങേണ്ടതുമെല്ലാം. അതാണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ യോസഫ് അത്രത്തോളം ജ്ഞാനിയായിരുന്നു. രാജ്യത്തെ നിലം മുഴുവൻ ഇപ്പോൾ ഫറവോൻ്റെ സ്വന്തമായി കഴിഞ്ഞു. ജനങ്ങളെയോ അവൻ മിസ്രൈം ദേശത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് കുടുനീക്കി പാർപ്പിച്ചു. ജനങ്ങളെ മുഴുവൻ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പട്ടണങ്ങളിലേക്ക് മാറ്റുകയാണ്. പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. അവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് പുരോഹിതന്മാർക്ക് ഫറവോൻ അവകാശം കൽപ്പിച്ചിരുന്നു. ഫറവോൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. ഇപ്പോൾ അതിനുശേഷം നമുക്ക് ലേവ്യന്മാരുടെയൊക്കെ സിസ്റ്റം വരുമ്പോഴും അത് കാണാം. ലേവ്യന്മാർക്ക് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റാണ്, മറ്റേതുപോലെ അല്ല. അതുകൊണ്ട് പുരോഹിതന്മാരുടെയൊക്കെ വാങ്ങിച്ചില്ല. യോസഫ് ജനങ്ങളോട്, ഞാൻ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോന് വിലക്ക് വാങ്ങിയിരിക്കും. എനിക്കല്ല, ഫറവോന് വിലക്ക് വാങ്ങിയിരിക്കും. നിങ്ങൾക്ക് വിത്ത് നിലം വിതച്ചോൾവിൻ. അപ്പം ക്ഷാമം തീരാറായ സമയമായി, വിതയ്ക്കാനുള്ള സമയമായി. അവർക്ക് വിത്തുകൾ കൊടുക്കാൻ തുടങ്ങി. വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോന് 5 കൊടുക്കണം. 4 ഓഹരിയോ വിത്തിന് വിത്തായിട്ട്
നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ഒരു നിയമം ഉണ്ടാക്കിയാണ്. വിത്തെല്ലാം തരുന്നു, എല്ലാ കാര്യങ്ങളും തന്നേക്കാം, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് വിളവിൻ്റെ 1/5 ഫറവോൻ്റെ കൊട്ടാരത്തിൽ എത്തിക്കണം. ഇപ്പോൾ നിങ്ങളെ ഞാൻ സഹായിക്കുന്നു, പക്ഷേ 4-ൽ 5-ൽ 1 4 ഓഹരി നിങ്ങൾക്കെടുക്കാം. ഒരു ഓഹരി 5-ൽ 1 ഫറവോന് കൊണ്ടുവന്ന് നിങ്ങൾ നൽകാം. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്കുള്ള തൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം പദ്ധതി തയ്യാറാക്കി റെഡിയാക്കുകയാണ്. അതിനവർ, നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു, യജമാനൻ ഞങ്ങളോട് ദയവുണ്ടായാൽ മതി, ഞങ്ങൾ ഫറവോന് അടിമകളായിക്കൊള്ളാം എന്ന് പറഞ്ഞു. 5-ൽ 1 ഫറവോന് ചെല്ലണമെന്നിങ്ങനെ യോസഫ് മിസ്രയീമിലെ നിലങ്ങളെ സംബന്ധിച്ചു വെച്ച ചട്ടം ഇന്ന് വരെ നടപ്പാകുന്നു. വെച്ചാൽ ഇത് എഴുതുന്ന സമയത്തും ഈജിപ്തിൽ ഒരു നിയമമുണ്ട്. അത് യോസഫ് ഉണ്ടാക്കിയ നിയമമാണ്. എന്താണ് ആ നിയമം? നിയമം അനുസരിച്ച് സകല ജനങ്ങളും നിലങ്ങൾ മുഴുവൻ ഫറവോന് വേണ്ടി അവർ എഴുതി കൊടുത്തു. എന്നാൽ ഇനി പക്ഷെ അവർക്ക് നിലത്ത് കൃഷി ഇറക്കാം, അതിനുള്ള വിത്തും കൊടുത്തു. പക്ഷേ 5-ൽ 1 ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. ടാക്സ് മണി പോലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ആ ഒരു ടാക്സ് സിസ്റ്റം ഇങ്ങനെയാണ്, കപ്പം കൊടുക്കുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞു. അത് ഇന്ന് വരെ നടപ്പാകുന്നു എന്ന് വെച്ചാൽ ഇതെഴുതുമ്പോൾ പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോന് ചേർന്നിട്ടില്ല. ഇസ്രായേൽ മിസ്രയീം രാജ്യത്തിലെ ഗോഷൻ ദേശത്ത് പാർത്തു, അവിടെ അവകാശം സമ്പാദിച്ചു, ഏറ്റവും സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വന്നു. ഇവിടെ ഒന്ന് നിർത്തണം. യാക്കോബിനോട് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ മിസ്രയീമിൽ വെച്ച് വർദ്ധിപ്പിക്കും. എത്ര പേരാണ് അങ്ങോട്ട് പോയത്? വെറും 70 പേർ. എന്നാൽ മിസ്രയീമിൽ വെച്ച് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. 70 എന്നുള്ളത് അവസാനം ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ തിരിച്ച് കനാൻ നാട്ടിലേക്ക് വരുത്തും. ആ വരുത്തൽ എന്തായിരുന്നു? അതാണ് എക്സോഡസ്. അഥവാ അടുത്ത പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ എക്സോഡസിലാണ് നമ്മളത് കാണുന്നത്. അവർ മിസ്രയീം ദേശത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനുവേണ്ടി ഒരു മോശ എഴുന്നേൽപ്പിക്കേണ്ടി വന്നു. കാരണം ഈ യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ അവിടെ വന്നു. ഇവിടെ വെച്ച് ഇവരങ്ങ് സന്താനപുഷ്ടിയുള്ളവരുമായി, ഗോഷൻ ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫലഭൂയിഷ്ടമായ ദേശമാണ്. അവിടെയാണ് യാക്കോബും ഈ പറഞ്ഞവരെല്ലാം താമസിക്കുന്നത്. ബാക്കിയുള്ള 11 ഗോത്രപിതാക്കന്മാരും എല്ലാം അതിലാണ്. വളരെ പെട്ടെന്ന് ജനങ്ങൾ പെരുകാൻ തുടങ്ങി. ഏകദേശം 400 ചില്ലുവാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 30 ലക്ഷത്തോളമായി. 70 പേർ 30 ലക്ഷത്തോളം പേരായി അവിടെ അങ്ങ് പെരുകി. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം ഇരിക്കുന്നത് പോലെയായി. എബ്രായർ അങ്ങ് പെരുകി 3 മില്യണായി. പക്ഷെ അത് അവരുടെ വർക്ക് ഫോഴ്സായിരുന്നു. ആ കാലത്ത് അവർ അടിമകളായി മാറി. ഫറവോന്മാർ ഒരുപക്ഷെ അവിടെ ഭയങ്കരമായ പിരമിഡുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവരെയാണ് അടിമവേലയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ രീതിയിലേക്ക്, കാരണം യോസഫിന് അറിയാത്ത ഫറവോന്മാർ തലമുറകൾ മാറിയപ്പോൾ വന്നു. അവർ എബ്രായർ ഇങ്ങനെ ഭയങ്കരമായി പെരുകുന്നത് കണ്ടപ്പോൾ അവരെ അടിച്ചമർത്താനും ഒക്കെ തുടങ്ങി. അത് പുറപ്പാട് പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരു പിക്ചർ കിട്ടാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. യാക്കോബ് മിസ്രയീം ദേശത്ത് വന്നിട്ട് 17 സംവത്സരം ജീവിച്ചിരുന്നു. ഗോഷൻ നാട്ടിൽ ഏകദേശം 17 സംവത്സരം. ഇപ്പോൾ അദ്ദേഹം നേരത്തെ 130 വയസ്സായിരുന്നു അവിടെ വരുമ്പോൾ. അങ്ങനെ യാക്കോബിൻ്റെ ആയുഷ്കാലം ആകെ 147 സംവത്സരം ആയിരുന്നു. ഇസ്രായേൽ മരിപ്പാനുള്ള കാലമെടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസഫിനെ വിളിപ്പിച്ച് അവനോട്, നിനക്ക് എന്നോട് ദയ ഉണ്ടെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. എന്നോട് ദയയും വിശ്വസ്തതയും കാണിച്ച് എന്നെ മിസ്രയീമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെ മിസ്രയീമിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടയ്ക്കണം എന്ന് പറഞ്ഞു. നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാം എന്ന് അവൻ പറഞ്ഞു.
എന്നോട് സത്യം ചെയ്യുക എന്നവൻ പറഞ്ഞു. അവൻ സത്യവും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിലിൻ്റെ തലയ്ക്കൽ നമസ്കരിച്ചു. മറ്റൊരിതിൽ പറയുന്നത് അവൻ്റെ സ്റ്റാഫ്, അവൻ്റെ റോഡ് വെച്ച് കുനിഞ്ഞ് നമസ്കരിച്ചു. ഏത് രീതിയിലായാലും എന്താണ് ഇവിടെ നടക്കുന്നത്? ദൈവം അവനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, യോസഫ് തന്നെ നിന്റെ കണ്ണടക്കി എന്ന് മാത്രമല്ല, നിന്നെ അടക്കുന്നത് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതൊക്കെ തൻ്റെ അകത്തുള്ള ദൈവത്തിൽ നിന്നുള്ള ആഗ്രഹങ്ങളായിരുന്നു. ഇതേ ഭാഗം സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചരിത്ര ഭാഗം സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ആ ഭാഗം കൂടെ ഒന്ന് വായിച്ച് നമുക്കിന്ന് ക്ലോസ് ചെയ്യാം. അപ്പോസ്തലപ്രവൃത്തിയിൽ 7-ാം അധ്യായം 9 മുതൽ ഒന്ന് നോക്കിക്കേ. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ടു, അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. ഗോത്രപിതാക്കന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഈ റൂബേൻ മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന യോസഫിൻ്റെ സഹോദരന്മാർ. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു, സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. നിങ്ങളുള്ളൊരു ദൂത് കൂടിയാണ്. നിങ്ങളുടെ സകല സങ്കടങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കും. ഒരാമൻ പറയാം. അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രൈമിനും സർവഗൃഹത്തിന് അധിപതിയാക്കി വെച്ചു. മിസ്രൈം ദേശത്തിലും കനാനിലും എല്ലാ ക്ഷാമവും മഹാനഷ്ടവും വന്നാറെ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യം യോസഫ് തൻ്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ചു. യോസഫിൻ്റെ വംശം ഫറവോന് വെളിവായി വന്നു. യോസഫ് ആളയച്ച് തൻ്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയും ഒക്കെയും വരുത്തി. അവർ ആകെ 70 പേരായിരുന്നു. യാക്കോബ് മിസ്രൈമിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവിടെ 75 പേരായിരുന്നു എന്നുണ്ട് ചില ട്രാൻസ്ലേഷൻ. എനിക്കൊന്ന് യോസഫിൻ്റെ കുടുംബത്തെ കൂടി കൂട്ടിയായിരിക്കാം, എഴുതണോ. അവരെ ഷേഖേമിൽ, അവനും അവരുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ഷേഖേമിൽ കൊണ്ടുവന്ന് ഷേഖേമിൽ എമ്മോരിൻ്റെ മക്കളുടെ അബ്രഹാം വില കൊടുത്തു വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. എന്ന് വെച്ചാൽ അവരെ തിരിച്ച് ഇനി കൊണ്ടുപോയി അവിടെ കനാൻ നാട്ടിൽ അടക്കം ചെയ്യുന്ന കാര്യം വരെ സ്തെഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സ്തെഫാനോസിന് ഈ ഹിസ്റ്ററി മുഴുവൻ വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. ഇനി ഇത് തന്നെ സങ്കീർത്തനങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. യോസഫിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന് വേണ്ടി ഒരാൾ ജീവിച്ചാൽ, ഈ തലമുറയിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ അതൊരു ചരിത്രമാണ്. അനേകർ, നിങ്ങൾ മരിച്ചാലും അനേകർ അത് ഓർക്കും, അനേകർ അത് എഴുതും, അനേകർ അത് പ്രസംഗിക്കും. സ്തെഫാനോസ് പ്രസംഗിച്ചതുപോലെ ചിലത് പാട്ടായി പാടും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഈ മോർണിംഗ് ഗ്ലോറി കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ വിട്ടുമാറരുത്. ഈ ഭൂമിയിലെ മനുഷ്യർ എത്ര ക്രൂരത നമ്മോട് പ്രവർത്തിച്ചാലും ദൈവമുഖത്തേക്ക് നോക്കി ഒരു സൂര്യകാന്തി പുഷ്പം സൂര്യനെ നോക്കി മാത്രം പോകുന്നത് പോലെ നാം ദൈവത്തെ നോക്കി നിന്നാൽ അവൻ നമ്മെ മാനിച്ചുയർത്തും. അതൊരു ചരിത്രമായി മാറും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങൾക്കായി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജോയിൻറ്റ് പെയിനുകളും മാറട്ടെ. സന്ധിവാദം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. പല പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ചില വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ അതിഭയങ്കരമായ മുടി കൊഴിച്ചിൽ നിമിത്തം പ്രയാസപ്പെടുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഒരു വലിയ സൗഖ്യം ഉണ്ടാകട്ടെ. ചില പ്രത്യേക രോഗങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കൈകൾ ദയവായി ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവെ, ഏത് രോഗമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏത് വിഷയത്തിലും വിടുതൽ കൽപ്പിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കൊരു പ്രത്യേക പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ് ടുഡേയുടെ പുസ്തകങ്ങൾ ആമസോണിൽ നിങ്ങൾക്ക് കൈവശമാക്കാം.
ഞാൻ അടുത്ത ദിവസം ഈ ബ്രേക്കിംഗ് ബാരിയേഴ്സിലെ സ്വപ്നങ്ങളെക്കുറിച്ച്, ഇതിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ നിന്ന് സംസാരിക്കും. അടുത്ത ചില എപ്പിസോഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം അനുവദിച്ചാൽ ഈ ആഴ്ചയിൽ നമ്മളിതിനെ കൺക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് ഇനിയുള്ള എപ്പിസോഡുകൾ മുടങ്ങരുത്. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.